ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് മുട്ട മസാലയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 കോഴിമുട്ട കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വരയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കട്ടാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വരയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് അധികം എരിവ് ഉണ്ടാവില്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല കളറ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വരാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു പേസ്റ്റ് രൂപത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുതേ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ വേണം കേട്ടോ കലക്കിയെടുക്കാൻ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കലക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള വരഞ്ഞു കൊടുത്തിട്ടുള്ള കോഴിമുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മുട്ടയിലൊന്നും കറക്റ്റായിട്ടൊന്നും പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പം വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ടൈം ഇതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ടൈമില്ലെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് വരുന്ന മസാലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടാനാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ, ഇത്രേ പണിയുള്ളൂ. അടിപൊളി ടേസ്റ്റാണിത്. ചപ്പാത്തിയുടെ കൂടെയും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മുട്ട റോസ്റ്റ് ആക്കി എടുക്കുന്നതിനേക്കാൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മൾ വരഞ്ഞത് കൊടുത്തതുകൊണ്ട് തന്നെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മസാലയും മുട്ടയിൽ തന്നെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ മുട്ട റോസ്റ്റ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.